അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഓർമ്മയിലെത്തുന്നത് ഫ്രഞ്ച് നോവലിസ്റ്റ് ചാൾസ് ഡിക്കൻസിൻ്റെ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലാണ്. അതിൻ്റെ ആരംഭമാണ്. തെരുവിൽ മലീയമസമായി കവിഞ്ഞൊഴുകുന്ന വീഞ്ഞുവാരലിൽ നിന്ന് ദാഹമകറ്റുന്ന പട്ടിണി പാവവും, മറുവശത്ത് അധികാരത്തിൻ്റെ സുഖലോലുപതയിൽ അഭിരമിക്കുന്ന ഒരു രാഷ്ട്ര നേതാക്കളുമുള്ള രണ്ട് നഗരങ്ങളുടെ കാഴ്ച വരച്ചു വെക്കുന്നുണ്ട് അവിടെ. വിഷയവുമായി വലിയ സാമ്യത പുലർത്തുന്ന ഒരു നോവലാണെന്ന്, അതിൻ്റെ ചിത്രീകരണമാണെന്ന് തോന്നും വിധത്തിലാണ് ചാൾസ് ഡിക്കൻസ് അവിടെ മനോഹരമായി പറഞ്ഞു വെക്കുന്നത്. അളക്കാൻ എളുപ്പമുള്ളത് പ്രധാനമെന്ന് കരുതുന്ന, എന്നാൽ പലപ്പോഴും അളക്കാൻ വളരെ പ്രയാസമുള്ള, അളന്ന് തിട്ടപ്പെടുത്താതെ പോകുന്ന ക്ഷേമരാഷ്ട്രം, മാനുഷിക ക്ഷേമമെന്നത് അത് പലപ്പോഴും ഇൻഡിക്കേറ്ററുകളിലും ഇൻഡെക്സുകളിലേക്കും മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് GDP ആണോ ക്ഷേമരാഷ്ട്രത്തിൻ്റെ അളവുകോലെന്ന് വിചിന്തനം നടത്തേണ്ട, പരിശോധിക്കേണ്ട ഘട്ടത്തിലാണ് GDP ആണോ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ അളവുകോലെന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്നത്. GDP എന്ന ആശയത്തിന് അതിന് പ്രഭാവം നൽകിയ സൈമൺ ഗുസർനട്ട്, അദ്ദേഹം അതിൻ്റെ നിർവചനത്തെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദ വെൽഫെയർ ഓഫ് നാഷൻ ഈസ് സ്കെയർലി ഡിഫയർ ഫ്രം ദി നാഷണൽ ഇൻകം. ഇന്ന് ലോകരാജ്യങ്ങൾ GDP വികസനത്തിൻ്റെ ഏറ്റവും വലിയ മാർഗരേഖയായി, വികസനത്തിൻ്റെ അടയാളപ്പെടുത്തലായി വാഴ്ത്തിപ്പാടുന്ന ഒരു ഘട്ടത്തിലാണ് GDP ഉപജ്ഞാതാവിൻ്റെ ഈ നിർവചനത്തിന് അർത്ഥം ലഭിക്കുന്നത്. ലോകത്തെ ഉയർന്ന GDP ഉള്ള രാജ്യങ്ങളിൽ 5ാം സ്ഥാനമുണ്ടെന്നും 2030 ആകുമ്പോഴേക്ക് 4 എന്നും 35-ൽ 3 എന്നുമെല്ലാം വീരവാദം മുഴക്കുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് നാം അതിൻ്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. അതിനപ്പുറത്ത് HDI പോലുള്ള മാനുഷിക ക്ഷേമ ഇൻഡെക്സുകളും ദാരിദ്ര്യ സൂചികകളുമെല്ലാം നാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. യുനിസെഫ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെടുന്ന കുട്ടികൾ, അതിൽ ലോകത്തിലെ 1/3 ഇന്ത്യൻ സന്തതിയായിരിക്കുമെന്ന് യുനിസെഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ അമർത്യ സെന്നും മുൻഗാമികളായ ജാൻ റൈസും ചേർന്ന് എഴുതിയ ആൻ അൺസർട്ടൻ ഗ്ലോറി ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺട്രഡിക്ഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു ക്ഷേമരാഷ്ട്രം എന്നത് കേവലം വികസനം എന്ന് പറയുന്നത് ചെറുതായ കാര്യമല്ല. പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരാവുകയും പാവപ്പെട്ടവൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് ആപ്പതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അതിൽ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയുടെ വലിയൊരു ഭാഗവും ചെറിയൊരു ശതമാനത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെയധികം ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം ശതകോടീശ്വരന്മാരുടെ ഫോക്സിൻ റിപ്പോർട്ട് പോലുള്ള കണക്കുകൾ എടുത്തു നോക്കിയാലും ഇന്ത്യൻ വംശജരുടെ കണക്കുകൾ, ഇന്ത്യക്കാരുടെ കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്ത് ദാരിദ്ര്യ സൂചിക തുറന്നു വച്ചാലും ഇന്ത്യക്കാരുടെ സാന്നിധ്യം നമുക്കവിടെ തെളിഞ്ഞു കാണാനാകും. അവിടെയാണ് നമ്മുടെ ഗാന്ധി പറഞ്ഞ വാക്കുകൾ നാം ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? രാജ്യത്തെ അവസാനത്തെ മനുഷ്യൻ്റെയും കണ്ണീരൊപ്പുമ്പോഴാണ് നാം ഏറ്റവും വലിയ വികസനം നടപ്പിലാക്കാൻ ഇന്ത്യക്ക് സാധ്യമാകുന്നത് എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. അമർത്യ സെൻ വികസനത്തിന് നൽകിയ നിർവചനമെന്ന് തന്നെ പറയുന്നത് രാജ്യത്തിലെ ഓരോ മനുഷ്യർക്കും സുഖമായി സന്തോഷത്തോടെ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് രാജ്യത്ത് വികസനം പുലരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. GDP-യിൽ ഒരിക്കലും പരിസ്ഥിതി ശോഷണം തെളിഞ്ഞു കാണില്ല. മനുഷ്യരുടെ സന്തോഷങ്ങൾ
GDP അളന്ന് തിട്ടപ്പെടുത്താനാവില്ല. മനുഷ്യരുടെ വേദനകളും ദാരിദ്ര്യങ്ങളും GDP ഒരിക്കലും വരച്ച് കാണിക്കില്ല. നമ്മുടെ രാജ്യത്തുള്ള ഓരോ മനുഷ്യനും ഭയമില്ലാതെ നടക്കാനാകുന്ന, ഭയമില്ലാതെ ഒച്ച വെക്കാനാകുന്ന, സന്തോഷാതിരേകത്തോടെ ഉള്ളു തുറന്ന് ചിരിക്കാനൊക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാജ്യത്ത് വികസനം പുലരുന്നത്. ടാഗോർ പറഞ്ഞു വെച്ചതുപോലെ, ടാഗോർ പറഞ്ഞ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് രാജ്യത്തെ ഓരോ പാവപ്പെട്ടവൻ്റെയും കണ്ണീരൊപ്പിക്കൊണ്ടുള്ള, അവൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളിലൂടെ മാത്രമാണ് രാജ്യത്തിൻ്റെ വികസനക്ഷേമ സങ്കല്പം എന്നത് സങ്കല്പത്തിൽ നിന്ന് മാറി യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനാകുന്നത്. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.